യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ലാത്തൊരു എൻജിൻ റൂമാണ്. എല്ലാ പഞ്ചിങ് മാർക്കാണ് എല്ലാം. അതുപോലെ തന്നെ ഇവിടെ വർക്കൊന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ റേഡിയേറ്റർ സപ്പോർട്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. ക്രോസ് ബമ്പറിലും ആക്സിഡൻ്റ് ഇല്ല. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല കേട്ടോ. നല്ല നീറ്റായിട്ടുള്ളൊരു എൻജിൻ റൂമാണ്. അതുപോലെ തന്നെ ബോണറ്റ് ഇതാ ഒറിജിനലാണ്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ക്രിസ്റ്റയുടെ എൻജിൻ റൂമിനെ കുറിച്ചാണ്. 2016 മാനുഫാക്ചേർഡ് 17 രജിസ്ട്രേഷനുള്ള ഒരു സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഏതായാലും എൻജിൻ റൂം കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. നല്ല വൃത്തിയുള്ള ഒരു എൻജിൻ റൂമാണ് കേട്ടോ. അതിന് യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ലാത്ത ഒരു എൻജിൻ റൂമാണ്. വണ്ടി ഒന്ന് ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. 16 ഡിസംബറിലാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് 17 ഫെബ്രുവരിയിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഇൻഷുറൻസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു വരുന്നൊരു വാഹനമാണ്. നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി വരെ ഇൻഷുറൻസും വാലിഡാണ് ഈ ഒരു വാഹനത്തിന്. സിംഗിൾ ഓണർഷിപ്പാണ്. അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റ് പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്, നമ്മളെല്ലാവരും നോക്കുന്നത് എന്താണ്, സിംഗിൾ ഓണർ വണ്ടി വേണം, അതുപോലെ തന്നെ സർവീസ് റെക്കോർഡ് വേണം, റീപ്ലേസ്മെൻറ്റ് പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ ഒരു വാഹനത്തിനുണ്ട്. സിംഗിൾ ഓണറാണ്, അതുപോലെ തന്നെ നോ റീപ്ലേസ്മെൻറ്റ്. എല്ലാ ഡോറും ഒറിജിനലാണ്, ഗ്ലാസ് ഒറിജിനലാണ്. അതുപോലെ തന്നെ 1,09,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത് ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡും ഉണ്ട്. ടൊയോട്ടയിൽ നിന്ന് സർവീസും ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഈ കിടക്കുന്ന ഇസെഡ് ഓട്ടോമാറ്റിക് 2016-17 സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം. അപ്പോൾ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയ്ക്കകത്ത്. അതുപോലെ തന്നെ ലോൺ നമുക്ക് പോസിബിൾ അല്ല. കേരളത്തിൽ നമ്പർ ആക്കി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ലോണും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം. വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഇത് ഒറിജിനലാണ്. അതായത് ടൊയോട്ടയുടെ ഒറിജിനലായിട്ട് 2016 വന്നിട്ടുള്ള ഗ്ലാസ്സാണ് ഈ കിടക്കുന്നത്. ഓക്കെ, പിന്നെ ബോണറ്റ് നമ്മൾ കണ്ട പോലെ തന്നെ ഒറിജിനൽ ബോണറ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പറൊക്കെ അത്യാവശ്യം ഒരു നല്ല വൃത്തിയുണ്ട്, സ്ക്രാച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഫെൻഡറിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ടയറിൻ്റെ കാര്യം പ്രത്യേകം ഇത് 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്പോക്ക് അലോയ് 17 ഇഞ്ചിൻ്റെ അലോയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70% അടുത്ത് ടയർ ലൈഫും പറയാൻ പറ്റും. ഡോറ് ഒറിജിനൽ ഡോറാണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് സൈഡത്തെ എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഈ ബോഡി ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ് കേട്ടോ. ചെറിയ കുഞ്ഞു ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് മേജറായിട്ടുള്ള എന്താ പറയുക ഡെൻറ്റ് വർക്കോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ ഒന്നും സംഭവിക്കാത്തൊരു വാഹനം തന്നെയാണ്. ഈ ഒരു ടയർ ഓൾമോസ്റ്റ് നമുക്കൊരു 60 to 70% ഈ ഒരു ടയർ നമുക്ക് പറയാൻ പറ്റും. അലോയിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഡസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അലോയ്ക്ക് വേറെ ഡാമേജ് ഒന്നുമില്ല, കുറച്ച് ഡസ്റ്റാണ് കിടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് ചിലപ്പം വല്ല ഡാമേജ് ഉള്ള പോലെ തോന്നിയേക്കാം. അത് ചെളി കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഈ ഡോറ് ഒറിജിനൽ ഡോറാണ്, മാറിയിട്ടില്ല. ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു വാഹനം കേട്ടോ. സെഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ലെതർ സീറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരും, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരും. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മുകളിലൊക്കെ ഈ ഒരു വുഡൻ ഫിനിഷുള്ള ട്രിം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂഫിനകത്ത് ആ ഒരു ACൻ്റെ ആ ഒരു ഡിസൈനിലൊക്കെ വ്യത്യാസം വരും. പിന്നെ നമുക്ക് പുറകിലെ സീറ്റിൻ്റെ പുറകിലായിട്ടൊരു ട്രേയും എക്സ്ട്രാ വരുന്നുണ്ട്. ഇതൊക്കെ ഇസെഡ് ഓട്ടോമാറ്റിക്കിന്, അത് ഇസെഡ് ഓട്ടോമാറ്റിക് ആണെന്നില്ല, ഇസെഡ് മാനുവലിനകത്ത് വരുന്നുണ്ട്. സെറ്റിനകത്ത് വരുന്ന ഫീച്ചറാണ്. ഇത് 7 സീറ്ററിലാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ ആ ഒരു സീറ്റ് മിഡിൽ സീറ്റ് ക്യാപ്റ്റൻ സീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ 8 സീറ്ററിലും കാണാറുണ്ട്. അപ്പോൾ ഇത് 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു ഡോറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ് ഡോമെൻ്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഗ്ലാസ്സൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറിജിനലാണ്. ഇപ്പോൾ ഈ ഒരു കോർണറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. യെസ്, ഈ ഡിക്കി ഗ്ലാസും ഒറിജിനലാണ്. ഡിക്കി ഡോറ് ഒറിജിനലാണ്, റീപ്ലേസ്ഡ് അല്ല. ഉള്ളിലേക്ക് ഇവിടെ നിന്നൊക്കെ പുറകു നിന്നൊക്കെ നോക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു പഞ്ചിങ് മാർക്കൊക്കെ യെസ്, ആക്സിഡൻറ്റ് വർക്കൊന്നും ചെയ്യാത്തതാണ്. ഈ ഒരു സൈഡിലും പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്ത സമയത്ത് ഇവിടെ നിന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഈ ഒരു കോർണറിലും വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഒരുവിധം എന്താ പറയുക ചെറിയ ചെറിയ തട്ടൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് ഒഴിവായി കിട്ടും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബോഡി നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നമുക്ക് വേറെ ഇഷ്യൂ ഒന്നും പറയാനില്ല. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡത്തെ ഗ്ലാസ് എല്ലാ ഗ്ലാസും ഒറിജിനലായിട്ട് തന്നെ ഗ്ലാസ് തന്നെയാണ്, BG ആണ് കിടക്കുന്നത്. ഈ ഒരു ഗ്ലാസ് BG തന്നെയാണ്, ഞാൻ ഗ്ലാസ് താഴ്ത്തിയിട്ടതാണ്. നമുക്ക് ഈ ഒരു ഡോർ നോക്കാം. യെസ്, ഒറിജിനൽ ഡോറാണ്. ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡോർ നോക്കുകയാണെങ്കിൽ ഇതും ഒറിജിനൽ ഡോർ തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. കിലോമീറ്റർ 1,01,00,000
9000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സോറി, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി. ഓക്കെ, അതിപ്പോൾ വന്നോളും. ഓക്കെ, എന്തായാലും 1,09,000 ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വൃത്തിയുള്ളൊരു റൂഫ് ആണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. എല്ലാ ടയറും ഒരു 70% മുകളിലുണ്ട്. അതുപോലെ തന്നെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു വാഹനമാണ്. മേജർ അല്ല, മൈനറായിട്ട് പോലും ഇല്ല. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എത്രയോ ഒരു പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെ പറയാം. കാരണം ഉള്ളോടൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റ് വർക്കും ഇല്ല. അതുപോലെ തന്നെ കുറച്ച് ടച്ചപ്പ് വർക്ക് തീർച്ചയായിട്ടും എന്തായാലും ചെയ്തിട്ടുണ്ടാവും. ബമ്പർ കോർണറൊക്കെ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. എല്ലാ ഭാഗങ്ങളും ഒറിജിനലാണ്. ഡോറ്, ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുണ്ട്. 1,05,000 വരെ ടൊയോട്ടയും സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 1,09,000 കിലോമീറ്റർ, ഇസെഡ് ഓട്ടോമാറ്റിക് 17 ഇഞ്ച് അലോയ് വരുന്ന HR51 ഫരീദാബാദ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ 13 lakhs ആണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും, അതുപോലെ തന്നെ നാട്ടിലെ ടാക്സും എക്സ്ട്രാ വരും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് നാട്ടിലെ ടാക്സ് ഏകദേശം ഒരു 2,40,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് ടാക്സും അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും. ഏതായാലും ഇസെഡ് ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ കിടക്കുന്ന ഒരു വാഹനം. ബ്രോൺസ് കളറിൽ വരുന്ന ഈ ഒരു വാഹനമാണ് കേട്ടോ. ഫുൾ കവർ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെയർ കീ അവൈലബിൾ ആണ് കേട്ടോ വാഹനത്തിൻ്റെ. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂസ്ഡ് കാർ ഗ്രൂപ്പിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിനകത്ത് വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ആ ഗ്രൂപ്പിന് ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് കയറി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.